എന്തിനുമേതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കുന്ന ഒരു ശീലം ഇപ്പോൾ കൂടി വരികയാണ്. സ്കൂളിൽ നിന്നും നൽകുന്ന ഹോംവർക്കുകൾ എളുപ്പവഴിയിൽ പൂർത്തിയാക്കാൻ AI-യുടെ സഹായം തേടുന്ന കുട്ടികളും ഇന്ന് നിരവധിയാണ്. എന്നാൽ ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അമിതമായി ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ ബാധിക്കും. UK-യിൽ 17 വയസ്സിന് മുകളിൽ പ്രായമുള്ള 650-ലേറെ പേരിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച AI ടൂൾസ് ഇൻ സൊസൈറ്റി ഇംപാക്ട്സ് ഓൺ കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് ആൻഡ് ദി ഫ്യൂച്ചർ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന പഠനം ഇത് വ്യക്തമാക്കുന്നുണ്ട്. AI-യെ അമിതമായി ആശ്രയിക്കുന്നവരിൽ വിമർശനാത്മക ചിന്താശേഷി കുറയുന്നുവെന്നാണ് പഠനത്തിൽ കണ്ടെത്തൽ. SBS സ്വിസ് ബിസിനസ് സ്കൂളിലെ മൈക്കൽ ഗെർലിച്ചിന്റേതാണ് ഈ പ്രബന്ധം. AI സാങ്കേതിക വിദ്യകളെ വിമർശനാത്മകമായി സമീപിക്കുന്ന പഠന പരിപാടികൾ നടത്തേണ്ടത് അനിവാര്യമാണെന്ന് പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നു. ഈ സാങ്കേതിക വിദ്യകൾ മനുഷ്യരുടെ വൈജ്ഞാനിക കഴിവുകളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഗവേഷകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഠനത്തിൽ പങ്കെടുത്ത മിക്കവരും തങ്ങളുടെ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും AI-യുടെ സഹായത്തോടെയാണെന്ന് പ്രബന്ധം പറയുന്നു. ഇതിനെ കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് എന്നാണ് പറയുന്നത്. വിമർശനാത്മക ചിന്തകളെ വിപരീത ദിശയിലാണ് കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് സ്വാധീനിക്കുക. AI-യെ ആശ്രയിക്കുന്നവരിൽ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള കഴിവ് നന്നേ കുറവാണെന്നും പഠനം പറയുന്നു. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് പഠനം നടത്തിയത്. 17 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർ, 26 മുതൽ 45 വയസ്സ് പ്രായമുള്ളവർ, 46 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർ എന്നിങ്ങനെയാണ് വേർതിരിച്ചത്. പഠനത്തിന്റെ ഭാഗമായി AI ടൂൾ ഉപയോഗം, കോഗ്നിറ്റീവ് ഓഫ്ലോഡിംഗ് താൽപര്യം, വിമർശനാത്മക ചിന്താശേഷി എന്നിവ അളക്കുന്ന പ്രശ്നാവലിയും ഇവർക്ക് നൽകി. കൂടാതെ ചിലരുമായി നേരിട്ട് സംസാരിക്കുകയും ഗവേഷകൻ ചെയ്തു. ഇത്തരം സാങ്കേതിക വിദ്യകൾ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളവ തന്നെയാണ്. എന്നാൽ അവയെ കൂടുതൽ ആശ്രയിക്കുന്ന ശീലം ഒരിക്കലും നന്നല്ല.